ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ബർഗർ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഫസ്റ്റിൽ തന്നെ ഐശ്വര്യമായിട്ട് നമുക്ക് ഉപ്പിൽ നിന്ന് തുടങ്ങാം. ബർഗറിൻ്റെ ഇടയ്ക്ക് വയ്ക്കാനുള്ള ചിക്കൻ പാറ്റി ചെയ്യാൻ പോവുകയാണ്. 3 സ്പൂണ് കുരുമുളക് പൊടി ഇടണം. സോയാ സോസ് ചേർക്കണം. ഒരു 3 സ്പൂൺ മതിയാവും. നമ്മൾ 2 കിലോ ബോൺലെസ് ചിക്കനാണ് ഇതിന് വേണ്ടി എടുത്തേക്കണേ. നമുക്ക് പച്ചമുളക് ചേർക്കണം. നമുക്ക് ഇഞ്ചി ചേർക്കണം. നമുക്ക് വെളുത്തുള്ളി ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. അത് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. വറ്റൽമുളക് പൊടിപ്പിച്ചതാണ്, ചതച്ച മുളകെന്ന് പറഞ്ഞ് ഈസ്റ്റേൻ്റെ തന്നെ ഐറ്റമാണ്. അതൊരു 3 സ്പൂൺ എടുത്തുണ്ട്. നമുക്ക് വേണ്ടത് എഗ്ഗാണ്. ഒരു 5 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. നല്ല പശുമ്പാൽ ചേർക്കുക. ബോയിൽ ചെയ്ത മിൽക്കാട്ടോ നമ്മൾ ചേർക്കണം. ഓക്കെ, റെഡി. ഇനി നമുക്ക് ചിക്കൻ നമ്മുടെ ഇതിലോട്ട് ചേർക്കാം. ബ്രെഡും പാലും കൂടെ മിക്സ് ചെയ്താട്ടോ ചേർക്കണം. ഓക്കെ, നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പാറ്റിക്കുള്ള ഇറച്ചി നല്ലതായിട്ട് അരച്ചെടുത്തു. നന്നായിട്ടല്ല, ഒരു മീഡിയം ടൈപ്പിൽ അരച്ചെടുത്തു. ചിക്കൻ പാറ്റി തയ്യാറാക്കാൻ പോവാണ്. നമ്മളൊന്ന് 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ട നന്നായിട്ട് കലക്കണം. നന്നായിട്ട് കലക്കിയ ശേഷം കൈ ഓയിലിട്ട് നല്ല ഗ്രീസി ആക്കണം. ചെറുതായിട്ട് എടുത്ത് പാറ്റിയുടെ ഷേപ്പ് വരാൻ വേണ്ടി നല്ല റൗണ്ടിൽ കൈ കൊണ്ട് തന്നെ റെഡിയാക്കണം. നല്ല ഷേപ്പായ ശേഷം മുട്ട ഒന്ന് മുക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മുക്കിയാൽ പയ്യെ പിടിക്കാവുള്ളൂ, ഷേപ്പ് മാറിപ്പോയത്. ശേഷം കോൺഫ്ലവറിലൊന്ന് മുക്കുക. 2 സൈഡും നന്നായിട്ട് മുക്കുക. ഓക്കെ, നമ്മുടെ ചിക്കൻ പാറ്റി റെഡി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. പാറ്റി ഒന്ന് മറിച്ചിടണം. അടച്ചു വെക്കണം. പാറ്റി ചിക്കനിലിട്ട് നമ്മൾ ചീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഓംലേറ്റ് തയ്യാറാക്കുകയാണ്. ബർഗറായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓംലേറ്റാണ്. 1 സ്പൂൺ ഉപ്പിട്ടു. കുരുമുളക് പൊടി ചേർക്കാൻ പോവാണ്. അധികം ചേർക്കേണ്ട, കുറച്ച് ചേർത്തായി. വേറൊരു പൊടിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിക്കുക, അധികം ഒഴിക്കരുത്. ബർഗറിനുള്ള ചിക്കൻ സ്റ്റീക്ക് ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമേ 1 സ്പൂൺ ഉപ്പിടണം. നന്നായിട്ട് ഇളക്കണം. സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്താണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യണം. നമുക്ക് പെപ്പർ 1 സ്പൂൺ ഇട്ട് കൊടുക്കണം. വേറെ മസാലകളൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. ചിക്കൻ സ്റ്റീക്ക് നമ്മൾ ഓയിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. മൂടി വെച്ച് ബോയിൽ ചെയ്യാൻ എപ്പോഴും നോക്കണം, എന്നാലാണ് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. ചിക്കൻ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇനി ലാർജസ്റ്റ് ബർഗർ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. ഓക്കെ, ബർഗറിനുള്ള ബണ്ണ് ബട്ടർ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ തുടങ്ങുവാണ്. ഐശ്വര്യമായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. ഓക്കെ, ഐശ്വര്യമായിട്ട് നമ്മൾ ബേസ് വെച്ചു. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. ഇത് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ബർഗറിന് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ സോസാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത ലെയർ കംപ്ലീറ്റ് ആയിരിക്കണം. കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യണം.
ലെയർ ഫിനിഷായി. അടുത്ത ലെയറായിട്ട് പോവാം. ഈ ബർഗറിൻ്റെ പോക്ക് കണ്ടിട്ടൊരു 100 സെൻറ്റിമീറ്ററിൽ അവസാനിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരെയും അടിച്ച് കളയേണ്ടി വരും. കിളി പോകുന്നു ബർഗറിൻ്റെ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തോരം സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യണം. ഭയങ്കര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോ പിടിക്കുന്നത്. ബർഗർ പോണ പോക്കെ. ദൈവമേ, പണി കിട്ടല്ലേ. അടുത്ത കോല് കുത്തി. 1 മീറ്റർ ടാർഗറ്റ്, 1 മീറ്റർ എത്തോന്ന് നോക്കാം. $65 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് എത്രത്തോളം പൊങ്ങുമെന്ന് അറിയില്ല. നമുക്ക് മാക്സിമം നമ്മൾ വെക്കുന്നതായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ബർഗർ ചെയ്തേക്കണേ ഇപ്പോൾ ഞാനാണ്. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി 47 സെൻറ്റിമീറ്റർ വരെയാണ് ലാസ്റ്റ് ചെയ്തേക്കണേ. അതൊരു പ്രോപ്പർ ബർഗറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ടാണ് നമ്മൾ ബർഗർ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് പോയാൽ നമുക്ക് തന്നെ പേടിയാവണം. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. 75 സെൻറ്റിമീറ്റർ വരെയാണ് നമുക്ക് എത്തിക്കാൻ പറ്റിയത്. ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ബർഗറാണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത്. ഇത് ബർഗർ എങ്ങനെ ഇരിക്കുന്നോ അതേ സെയിം പൊസിഷൻ തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ അതിൻ്റെ മേളിൽ അത് ഇതൊക്കെ വെച്ച് ഹൈറ്റ് കൂട്ടാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഞാനും പ്രതീക്ഷിച്ചതൊരു 100-120 സെൻറ്റിമീറ്ററാണ്. അതുപോലെ നമ്മൾ ചെറുതായിട്ട് ചെരിഞ്ഞൊക്കെ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ 75-ൽ ഒതുക്കി. അടുത്ത വീഡിയോ ഇടുമ്പോൾ നമ്മളൊരു 20 ഫീറ്റ് മേളിൽ ലോക റെക്കോർഡ് നമ്മൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ ടോളസ്റ്റ് ബർഗർ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ചേട്ടന്മാരെല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ആവശ്യമായിട്ട് തിന്നാനുള്ള ബർഗറുണ്ട്. ഇന്ന് നമ്മളെ ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നേക്കണേ നമ്മൾ കസിൻ ബ്രോയാണ്. സൂര്യൻ എന്നാണ് പേര്. ബർഗർ അടിപൊളിയായിട്ട് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം അടിഭാഗമാണ്. അടിഭാഗം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ആയിക്കോട്ടെ. ഒരു രക്ഷയില്ല. ഒരു മിനിറ്റ്. ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു വേണം ഉള്ള സത്യം പറയാലോ. നാളെ ഇതുവരെ കഴിച്ചില്ല. ഏറ്റവും സൂപ്പർ ഹോം മെയ്ഡ് ബർഗറാണ്. പുറത്തുനിന്ന് പണ്ട് നമ്മൾ ബർഗർ കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ അകത്ത് ബണ്ണിൻ്റെ അകത്ത് കട്ട്ലറ്റ് വെച്ചുള്ള ബർഗറാണ് പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. പിന്നെ വന്നിട്ടാണ് ഈ പാറ്റിയും മറ്റ് മയണൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ബർഗർ കഴിക്കുന്നത്. പക്ഷേ ഇത്രയും അടിപൊളിയായിട്ട് ഹോം മെയ്ഡ് ബർഗർ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇന്നാണ് കാണുന്നത്. ഇത്രയും ടേസ്റ്റായിട്ട് ഇനി പറയാൻ സമയമില്ല. ഞാനിത് കഴിച്ച് തീർത്തിട്ട് ബാക്കി പിന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. കളർ